നമ്മുടെ കുക്കറി സെഗ്മെൻറ്റിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്വന്തം രാജചേച്ചിയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ സ്വന്തം പത്മനാഭൻ്റെ മണ്ണിൽ താമസിക്കുന്ന രാജചേച്ചിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. രാജചേച്ചി നമുക്ക് വേണ്ടിയിട്ട് തഞ്ചാവൂർ സ്റ്റൈലിലൊരു സ്വീറ്റാണ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്. അപ്പോൾ രാജചേച്ചി നമുക്ക് സ്വാഗതം ചെയ്യാം. രാജചേച്ചി, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. രാജചേച്ചി നമ്മുടെ തഞ്ചാവൂരിലാണ് ജനിച്ച് വളർന്നതൊക്കെ. കല്യാണം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് എത്തിയതാണ്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അതെ. മോനുണ്ട്, പോരട്ടെ. മോനുണ്ട്, വീട്ടിൽ വെച്ച് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തഞ്ചാവൂർ സ്പെഷ്യലായിട്ടും ഒരു പാസി പരിപ്പ് ഉരുണ്ടയാണ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് ഇതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഒന്നുമില്ല, അത് എല്ലാം പ്രോട്ടീനും അയണും നല്ല ഡൈജഷനൊക്കെ ഉള്ളത്. പിന്നെ ഹീറ്റ്, ദേഹത്തിലെ ഹീറ്റ് അങ്ങ് ഉണ്ടെങ്കിൽ ഈ നെയ്യെല്ലാം ഉരുക്കി ചെയ്യുമ്പോൾ, വീട്ടിലെ കാച്ചിയ നെയ്യാണ്, എല്ലാം ഉരുക്കി ചെയ്യുമ്പോൾ നല്ല ഒരു ദേഹത്തിന് മാറ്റം കാണും. ഈ മുട്ടുവേദന, നടുവേദന ഉള്ളവർക്കെല്ലാം നല്ല ബെസ്റ്റാണ് ഇത്. നല്ല മരുന്ന് പോലെ തന്നെ, കൈമരുന്ന് പോലെ തന്നെ ഇത്. പിന്നെ ലേഡീസ് പ്രസവം സുഖപ്രസവമാണെങ്കിലും ശരി, സെസറി ആണെങ്കിലും ശരി, ഈ ഉരുണ്ട കഴിക്കുമ്പോൾ നല്ല മാറ്റം വരും. നമ്മളൊക്കെ പ്രസവത്തിന് അമ്മമാരെല്ലാം എനിക്കെല്ലാം തന്നത് തന്നെ കഴിച്ചിട്ടുണ്ട്. ഇത് പണ്ടത്തെ ഡിഷാണിത്. അതുകൊണ്ട് ചെയ്യാൻ എളുപ്പം, നല്ല ടേസ്റ്റും കൂടെ. അപ്പോൾ നമുക്ക് നമ്മുടെ അരിയുണ്ട പോലെയൊക്കെ ഉള്ള ഒരു സംഭവമാണ് അല്ലേ? അതേപോലെയാണ്. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അതിന് മുന്നേ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നൊന്ന് പറയാം. പാശിപ്പരിപ്പ് എന്ന് പറഞ്ഞ ചെറുപരിപ്പാണിത്. പിന്നെ അതിൻ്റെ ചൂടെ ചേർക്കാനുള്ള ശർക്കരയും തഞ്ചാവൂർ സ്പെഷ്യൽ ശർക്കരയാണ്. നാട്ടു ശർക്കരയെന്ന് പറയും. ഇവിടത്തുള്ള ശർക്കരയല്ല, നാട്ടു ശർക്കരയാണ്. പൊടിച്ച് അവിടെ റെഡിയായി വെച്ചിരിക്കും അത്. പിന്നെ മുന്തിരിപ്പരിപ്പ്, കാഷ്നട്ട്സ് ഉണ്ട്. പിന്നെ ഏലക്ക പൊടി ഡ്രൈ ചെയ്ത് പൊടി ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ നെയ്യ്, അതിന് ചെയ്യാനായിട്ടുള്ള നെയ്യ്, ആവശ്യത്തിലുള്ള നെയ്യ്, അത്രയേ ഉള്ളൂ. ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അല്ലേ? അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് കൂടെയാണ്. അപ്പോൾ തുടങ്ങാം. എന്താണ് ആദ്യം ചെയ്യുക? പാൻ ഒന്ന് കത്തിക്കണം അല്ലേ? പാൻ കത്തിച്ചിട്ട് പാൻ ചൂടായോടെ ഈ പാശി വെച്ചിട്ട് നല്ല ചൂടായി വറുത്തെടുക്കണം. പൊന്നിരമായിട്ട് നല്ല ബ്രൗണിഷ്, ரொம்ப കരുക്കാൻ പാടില്ല, പച്ച മണം പോകണ വരെ വറുത്തെടുക്കണം. അപ്പം പാൻ ഒന്ന് ചൂടായിട്ട് നമ്മൾ ഈ പാശിപ്പരിപ്പ് എന്ന് പറയുന്ന സംഭവത്തിന് നമ്മളൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഒത്തിരി നമ്മൾ കറുപ്പിക്കാൻ പാടില്ല, വറുത്ത് കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരെ ആക്കുക. ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ? ரொம்ப വേണ്ട, നോർമലായിട്ട് ചെയ്താൽ മതി. നമ്മളിപ്പോൾ എടുത്ത ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കൊരു 10-25 ഉരുണ്ട, 20-25 ഉരുണ്ട വരും. ഒരു 20-25 ഉരുണ്ട ഉണ്ടാക്കാൻ പറ്റും. ഉരുണ്ടാന്ന് തന്നെയാണോ എൻ്റെ പേര്? പയത്ത ഉരുണ്ട എന്നാണ് ഇത് പേര്. തഞ്ചാവൂർ ഐറ്റമാണ് പയത്ത ഉരുണ്ട. പയത്ത ഉരുണ്ട എന്നാണ് നമ്മുടെ പാശിപ്പരിപ്പിൽ ഉണ്ടാക്കണോണ്ട് പയത്ത ഉരുണ്ട എന്ന് തന്നെ പറയും. മെയിനായിട്ട് ഇതുമാതിരി പ്രസവമാണവർക്കും കൊടുക്കും. ദീപാവലിക്ക് മെയിൻ തഞ്ചാവൂരിലെ ഏത് ആത്തക്ക് പോണാലും, ഏത് വീട്ടിൽ പോയാലും ഇത് ഇല്ലാതെ ഇരിക്കില്ല. ദീപാവലി സ്പെഷ്യലാണിത്. ഓക്കെ. അപ്പം നമ്മുടെ പാശിപ്പരിപ്പ് ഇവിടെ വറുത്തു. നമ്മൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി. നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കണം അല്ലേ? നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഇത് പാത്രത്തിലേക്ക് നമ്മളൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ പരിപ്പിനെ നമ്മളൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചേക്കുക. ആ സമയത്ത് അത് ചൂടാറുന്ന ടൈമിലേക്ക് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളിലൂടെ ചെയ്യാനുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടപ്പോൾ? പിന്നെ അടുപ്പ് കത്തിച്ചിട്ട് അപ്പോൾ നെയ്യ് ഒഴിക്കണം. നെയ്യ് 2 സ്പൂൺ നെയ്യ്, വീട്ടിൽ ഒരുക്കിയ നെയ്യ് ഉണ്ടായിരുന്നു, അതിൽ 2 സ്പൂൺ ഇടണം. നെയ്യ് ചൂടായോടെ അണ്ടിപ്പരിപ്പ് ഇനി മുഴുതായിട്ട് ഒരു കൈപ്പിടി അളവ് പോടലാം. പക്ഷേ അത് അങ്ങനെ മാവ് ഉരുണ്ടയിൽ പോടാൻ പറ്റില്ല. അതുകൊണ്ട് വറുത്തെടുത്തിട്ട് ഒരു ബൗളിൽ വെച്ചിട്ട് കുട്ടി കുട്ടി പീസായിട്ട് കട്ട് ചെയ്യണം. കട്ട് പണി എടുത്തിട്ടാണ് അതിലിടേണ്ടത്. അപ്പോൾ தான் ഉരുണ്ട പിടിക്കുക വരും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും ഇത്, അപ്പോൾ നമ്മുടെ കാഷ്നട്ടിനെ നമുക്ക് മൊത്തമായിട്ട് ഇട്ടിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത് നെയ്യിൽ. പക്ഷെ അതേപോലെ നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് നമ്മൾ അതിനെ വീണ്ടും പൊടിച്ചിട്ടാണ് നമ്മൾ വീണ്ടും പൊടിക്കേണ്ട. കുട്ടി പീസായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ അതിൽ ഉരുണ്ടയിൽ ഇടണം. കുഞ്ഞു പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കുറച്ചുകൂടെ ബ്രൗൺ കളറായെങ്കിൽ കുറച്ചെടുക്കാം. നമ്മുടെ കാഷ്നട്ട് അവിടെ ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ബ്രൗൺ ആയി. ഇത് ചൂടിൽ അങ്ങനെ കളർ മാറും. ഒരുപാട് ഇരുന്നെങ്കിൽ കറുത്ത് പോകും. പ്ലേറ്റിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റുവാണ് ആ ഫ്രൈ ആയ കാഷ്നട്ടിനെ. നമ്മൾ ഒത്തിരി ഇട്ട് കറുപ്പിച്ചു കഴിഞ്ഞാൽ
ശരിയാവില്ല, മൂപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ തന്നെ നമ്മളൊന്ന് ഓഫ് ചെയ്യണം. അത് തണുക്കട്ടം. അതിനപ്പുറം നമ്മൾ ഈ ശർക്കരയും മറ്റേ പാശിപ്പരിപ്പും പൊടിച്ചെടുത്തുകൊണ്ട് വരണം. ഓക്കെ. ശർക്കര നമ്മളവിടെ നാട്ടു ശർക്കര അല്ലേ, നാട്ടു ശർക്കര വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എത്ര കപ്പാണ് ഉള്ളത്? ഒരു കപ്പ്. 100 ഗ്രാം പാശിപ്പരിപ്പ്, 150 ഗ്രാം ശർക്കര. ഓക്കെ, 100 ഗ്രാം പാശിപ്പരിപ്പ്, 150 ഗ്രാം ശർക്കരയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാശിപ്പരിപ്പ് ഇവിടെ ചൂടൊക്കെ മാറിയെടുപ്പുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പമാണ് നമ്മൾ ഇപ്പോൾ മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഇത് സെപ്പറേറ്റ് പൊടിച്ചെടുക്കണം, എന്നിട്ട് ശർക്കര വീണ്ടും പിന്നെ ആഡ് ചെയ്യണം അല്ലേ? ശർക്കരയും പൊടിച്ചെടുക്കണം, ആ പാശിപ്പരിപ്പും പൊടിച്ചെടുക്കണം. പിന്നെ രണ്ടും ഒരുമിച്ച് ഇതിലാക്കിയിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഉരുണ്ടയായിട്ട് പൊടിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ഓടി വരാം. അപ്പോൾ അതെ, നമ്മുടെ പാശിപ്പരിപ്പ് അല്ലേ, പാശിപ്പരിപ്പിനെ നമ്മൾ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടു ശർക്കര ഇവിടെ ഇത് കിട്ടുമോ? നാട്ടു ശർക്കര ഇവിടെ കിട്ടും? ഇവിടെ കിട്ടും, ചിലപ്പോൾ കിട്ടും. തമിഴ്നാട്ടിലാണ് മാക്സിമം ഇത് കിട്ടുന്നത്. തഞ്ചാവൂർ സ്പെഷ്യലാണ് അതും. അപ്പോൾ ശർക്കരയും നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ദേ, നമ്മുടെ പാശിപ്പരിപ്പും ശർക്കരയും നമ്മൾ നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അതൊന്ന് കുട്ടി കുട്ടി പീസായിട്ട് തൽക്കാലം ഇത് വയ്ക്കുക. ഏன்னா ഉരുണ്ട പിടിക്കുമ്പോൾ ശരി, അപ്പോൾ അത് ഞാൻ പൊടിച്ചിടാം. ഇത് ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് വന്ന് ആദ്യം ഈ പാത്രത്തിലോട്ട് മാറ്റണം. ഓക്കെ, നമ്മുടെ പാശിപ്പരിപ്പിനെയാണ് നമ്മൾ പാനിലേക്ക് മാറ്റിയിട്ട് ഈ ശർക്കരയും കൂടെ ഇതിൽ പൊടിച്ചിട്ട ശർക്കരയും കൂടെ ഇതിൽ വെക്കണം. ഓക്കെ, അതും കൂടെ മാറ്റിയിട്ട് അത്ര ഫുൾ ഇടണ്ടല്ലേ? വേണ്ട. ഇത് ഏലക്ക കുറച്ച് വറുത്ത് വെച്ച ഏലക്ക പൗഡർ അതും കൂടെ കുറച്ചിടണം. ഓക്കെ, ഇട്ടിട്ട് അണ്ടിപ്പരിപ്പ് നല്ല പൊടിച്ചിട്ട് ഇതിലിടണം. ശരി, അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം അല്ലേ? മിക്സ് ചെയ്തിട്ട് നെയ്യ് ഉരുക്കി വെച്ച നെയ്യ് ഇതിലിടണം. ഓക്കെ, അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടാണ് നെയ്യ് ഒഴിക്കേണ്ടത്, ഇല്ലെങ്കിൽ പിടിക്കില്ല അതിൽ. ഈ ഐറ്റംസും ഒക്കെ നമ്മളിവിടെ സെയിൽസ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും ഓർഡർ കൊടുത്താൽ ചെയ്തു തരും. ഇവിടുത്തെ മാലാട് പോലെ അല്ല ഇത്. ഇവിടെ മാലാട് ഉരുണ്ട പോലെ തന്നെ, പക്ഷെ ഇതും വേറെയാണ്. അത് പൊരികടയിലാണ് ഉണ്ടാക്കുന്നത്, ഇത് പാശിപ്പരിപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ കുറേ നല്ല ഒരു പ്രോട്ടീൻ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, പിന്നെ ഡൈജഷനൊക്കെ ഏലക്ക ഡൈജഷനുണ്ട്. നെയ്യ് ഉടമ്പിലുള്ള ഹീറ്റെല്ലാം മാറ്റും, നെയ്യുണ്ട്. പിന്നെ ഒരു ഫ്ലേവർക്ക് വേണ്ടി അണ്ടിപ്പരിപ്പും ഇതും കൂടെ ഇടാം. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡി. നെയ്യ് ഉരുക്കി വെച്ചിട്ടുണ്ട്. ഉരുണ്ട പിടിച്ച് ഉരുണ്ടയായിട്ട് പിടിച്ച് വെച്ചാൽ മതി. ഓക്കെ, മതി, കുറച്ച് മതി. അണ്ടിപ്പരിപ്പ് ഇത് കൂടെ പൊടിച്ച് കുട്ടി കുട്ടി പീസായിട്ട് ഇട്ടിട്ട് ഈ നെയ്യ് ഉരുക്കി വെച്ച നെയ്യ് എണ്ണ ഇല്ലാത്ത നെയ്യാണ്. എണ്ണയല്ലല്ലോ, നെയ്യല്ലേ. ആവശ്യത്തുള്ളത് പൊഴിച്ചാൽ മതി. ഉരുണ്ട ഈ നെയ്യിൻ്റെ മണമും മറ്റേ ഏലക്ക വറുത്ത മണമും പായസപ്പരിപ്പ് നാട്ടു ശർക്കര മുന്തിരിപ്പരിപ്പ് എല്ലാം കൂടെ നല്ല മണമും നല്ല ടേസ്റ്റും നല്ലതായിരിക്കും. സൂപ്പറായിരിക്കും കഴിക്കുമ്പോൾ. ഇത് പറഞ്ഞായിരുന്നല്ലോ അല്ലേ, നമ്മൾ തഞ്ചാവൂർ സ്പെഷ്യലാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ ഇത് കൊടുക്കുന്ന കേട്ടോ. കൈ കൊഞ്ചം ചൂട് പൊറുക്കണത്തക്ക ഉരുണ്ട പിടിച്ച് വയ്ക്കാം. ചെറിയ ചൂടിൽ തന്നെ നമ്മൾ ഉരുട്ടിയെടുക്കണം എന്നാണ് പറഞ്ഞത്. പൊറുക്കണ ചൂടുണ്ട്, ചൂട് കാണും. പക്ഷെ ഇളം ചൂടിൽ പിടിച്ചാൽ ഇല്ലെങ്കിൽ ഉതിർന്നു പോകും, പിടിക്കാൻ പറ്റില്ല. ഈ ഇളം ചൂടിൽ തന്നെ ഇത് പിടിച്ചെടുക്കണം. നമുക്കിവിടെ കിട്ടുന്ന അരിയുണ്ട പോലത്തേക്ക് ഉള്ള ഒരു കളറിലും ടെക്സ്ചറിലും ആണ് ഇരിക്കുന്നത്. കഴിക്കുമ്പോൾ അത് ഇച്ചിരി കൂടെ ഒരു അരിയുടെ ആ ഒരു തരിയായിട്ടുള്ളൊരു ടേസ്റ്റ് ആട്ടോ വരിക. കുറച്ച് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം. പിടിക്കാൻ പറ്റാത്ത അവസ്ഥയും. വീട്ടിൽ സാധാരണ നെയ്യും കാട്ടിലും ഇത് വെണ്ണ വാങ്ങിച്ച് ഉരുക്കി വെച്ചിട്ട് ചെയ്യുന്നതാണതുകൊണ്ട് നല്ല മണമും എത്ര നാളാണെങ്കിലും ചീത്തയാവില്ല, അങ്ങനെ ഇരിക്കും. ചിലത് പെട്ടെന്ന് ചീത്തയാവും, ഇതങ്ങനെ ചീത്തയാവില്ല. നല്ല വറുത്ത് പൊടിച്ച് ഈ നെയ്യും വീട്ടിലുള്ള ഉരുക്കിയ നെയ്യാണതുകൊണ്ട്
അത്രയും എളുപ്പത്തിൽ ചീത്തയാവില്ല. പെട്ടെന്ന് തന്നെ സെറ്റ് ആവും കേട്ടോ. ചെറിയ ചൂടിൽ ഉരുട്ടിയെടുത്തു കഴിഞ്ഞാൽ അതേ കൂട്ടി തന്നെ ഇരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടയിലേക്ക് നമ്മൾ പത്മനാഭനെ തൊഴാൻ വേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ ആർക്കെ ടിഫിൻ സെൻറ്റർ എന്നാണ് നമ്മുടെ രാജചേച്ചിയുടെ ഷോപ്പിൻ്റെ പേര്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡ്സ് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. അപ്പോൾ അതെത്ര ഉരുട്ടി തീർന്നവരെ എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാവകാശമില്ല. അത് കാരണം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകണം. ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. ഇതിനെന്താ നമ്മൾ നേരത്തെ പേര് പറഞ്ഞേ? പാശി പരിപ്പ് ഉരുണ്ട, ഇല്ലെങ്കിൽ പയത്ത ഉരുണ്ട. പയത്ത ഉരുണ്ട അല്ലേ? തഞ്ചാവൂരിൽ പറയുന്നത് പയത്ത ഉരുണ്ടയാണ്. നമ്മുടെ നാട്ടിലെ ഇവിടെ തിരുവനന്തപുരത്തിൽ പാശി ഉരുണ്ട എന്നും പറയും. പാശി ഉരുണ്ട അല്ലെങ്കിൽ പയത്ത ഉരുണ്ട എന്നാണ് പറയുന്നത്. പയത്ത ഉരുണ്ടയാണ് തഞ്ചാവൂരിൽ പറയുന്നത്. പയത്തം പരിപ്പ് അങ്ങനെ പാശിപ്പരിപ്പ് ഇതായിരുന്നു പയത്ത ഉരുണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ടേസ്റ്റ് ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞതുകൂട്ട് തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ലേഡീസിനും അല്ലാണ്ട് ജോയിൻറ്റ് പെയിൻ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ളവർ ദീപാവലിക്ക് മെയിൻ ഡിഷ് തന്നെ. ദീപാവലിക്കൊക്കെ മെയിനായിട്ട് കഴിക്കുന്ന ഡിഷാണ്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്യട്ടെ. നമ്മുടെ അരിയുണ്ടയുടെ ആ ടെക്സ്ചറല്ല ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി കൂടി തരിയായിട്ടുള്ളൊരു ടെക്സ്ചറാണ്. ആ പരിപ്പിൻ്റെ ഒക്കെ ആ ഒരു ചെറിയ തരിയൊക്കെ നമുക്ക് കിട്ടും. നമുക്കൊരു കടിക്കാനായിട്ട് ചെറിയ ഇത് കിട്ടാറുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടും യമ്മി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. രാജചേച്ചി ഇവിടെ തകർത്ത് ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് രാജചേച്ചിയെ കോൺടാക്ട് ചെയ്യാം. രാജചേച്ചിയുടെ കോൺടാക്ട് നമ്പർ 42 ട്രിവാൻഡ്രം, M രാജി, 8281864844, ആർക്കെ ടിഫൻ സെൻറ്റർ, വാഴപ്പള്ളി ജംഗ്ഷൻ. അഡ്രസ്സ് ഉൾപ്പെടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിഷ്യലി അഡ്രസ്സ് ഉൾപ്പെടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് രാജചേച്ചിയെ കോൺടാക്ട് ചെയ്ത് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാവുന്നതാണ്. അല്ലാതെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ടിഫിനും ഡിന്നറും ഒക്കെ അവൈലബിൾ ആണ്. ഈവനിങ് ടൈമിൽ നല്ല സ്നാക്സും ഒക്കെ കിട്ടാറുണ്ട്. ടേക്ക് അവേ കൗണ്ടറാണുള്ളത് അല്ലേ? അപ്പോൾ എല്ലാവരും വന്ന് എൻ്റെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്ന് പറയുന്നില്ലേ? എല്ലാവരും വരണം, എന്ത് ആഹാരം വാങ്ങിച്ച് മേടിക്കണം, കഴിക്കണം, ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഓർഡർ എന്തെങ്കിലും കൊടുക്കണം. വളരെ താങ്ക്സ്. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയാം. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നത്തെ എപ്പിസോഡ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറ്റയ്ക്കല്ല, കൂട്ടത്തിൽ അധികം സപ്പോർട്ടില്ലാത്ത ലേഡീസിനെ ഒക്കെ കൂടെ ചേർത്തിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സിംഗിൾ മോംസും അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് അവർക്കും ഒരു ഡെയിലി വേജ് കിട്ടുന്ന രീതിയിലാണ് ചേച്ചിയുടെ ടിഫിൻ സെൻറ്റർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ വേണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മറക്കണ്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ് വീട്. കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും വന്നിട്ട് വീട്ടിലെ ഫംഗ്ഷൻസിനൊക്കെ ഓർഡർ ചെയ്യുക, സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവുക. ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ കമൻറ്റായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ട്രൈ ചെയ്തിട്ടെന്നുള്ളതും പറയണം അല്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും വളരെ മനോഹരമായിട്ടുള്ള കുറേയധികം റെസിപ്പീസ് ഉണ്ടായി തന്ന രാജചേച്ചിക്ക് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുമുട്ടാം മറ്റൊരു എപ്പിസോഡിൽ. അതുവരെ ബൈ ബൈ. നമസ്കാരം.